ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയായ ഒരു ഒളിച്ചോട്ടം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബാലശ്ശേരി കിനലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏഴുകണ്ടി സ്വദേശിയായ ജെയ്സൽ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യ, അദ്ദേഹത്തിന് 10-34 വയസ്സേ ഉള്ളൂ, ഭാര്യയ്ക്ക് 28 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. ഭാര്യ ഒളിച്ചോടുന്നു. ഭാര്യ മകനെയും കൊണ്ട് 7 വയസ്സുള്ള മകനെയും കൊണ്ട് ഒളിച്ചോടുന്നു. ഷകല ഷെറിൻ എന്നാണ് ഈ ഒരു പെൺകുട്ടിയുടെ പേര്. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പതിവിന് വിപരീതമായി വലിയ രീതിയിൽ ചർച്ചയായി. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ വീഡിയോ ചെയ്യുന്നു, നിരവധി അഭ്യൂഹങ്ങൾ വരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും ഒരു ധാരണയില്ല. ഒരുപാട് ആളുകൾ ഈ ഒരു സ്ത്രീയെ, ഈ ഒരു പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്നു, അവഹേളിക്കുന്നു. എൻ്റെ പ്രധാന കാരണം ഒളിച്ചോടിയിരിക്കുന്നത് മൊബൈൽ ഷോപ്പിൽ ജീവനക്കാരനായ, അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഹിന്ദു മതസ്ഥനാണ്, 3 മക്കളുടെ അച്ഛനായ ഒരാളോടൊപ്പമാണ് ഒളിച്ചോടിയിരിക്കുന്നത്. സ്വാഭാവികമായും ഏതൊരു മനുഷ്യനും മൂക്കത്ത് വിരൽ വെച്ചു. അതായത് തൻ്റെ ഭർത്താവിനേക്കാൾ പ്രായത്തിന് മൂത്ത, കാഴ്ചയിലും തൻ്റെ ഭർത്താവിനേക്കാൾ ബെറ്റർ ആണെന്ന് തോന്നിക്കാത്ത ഒരുവൻ്റെ കൂടെ ഈ ഒരു സ്ത്രീ ഒളിച്ചോടി പോകുന്നു. സാമ്പത്തിക ശേഷിയിലും അത്ര വലിയ രീതിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളല്ല. മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഈ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ പിന്നിൽ ഇല്ലെന്ന് വ്യക്തമാണ്. 3 കുട്ടികളുടെ അച്ഛനാണ്. അത്തരത്തിലൊരാളുടെ കൂടെ ഈ ഷകല ഷെറിൻ ഒളിച്ചോടി പോയി എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി സോഷ്യൽ മീഡിയയിൽ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ച് നമ്മളിതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ഈ ഒരു ചെറുപ്പക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ഇത്തരത്തിൽ ഒളിച്ചോടി പോകുന്നവരുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം. ഒന്നെങ്കിൽ സാധാരണ നിലയ്ക്ക് ഇപ്പം കണ്ടുവരുന്നത് കൊണ്ടുവന്നവന്മാർ ഏതെങ്കിലും തരത്തിൽ കഞ്ചാവിനും ഒക്കെ അടിച്ചുള്ളവന്മാരായിരിക്കും. ഇത്തരത്തിൽ ഒളിച്ചോടി പോയിട്ടുള്ള, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ നിന്ന് ഒളിച്ചോടി പോയിട്ടുള്ള 99% ആളുകളുടെ അവസ്ഥ നമുക്കറിയാം. ഒന്നുകിൽ അവർ സൂയിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോയി പെടുക, കൂട്ടിക്കൊടുപ്പ് കേന്ദ്രങ്ങൾ, അനാശാസ്യ പ്രവർത്തിക്ക് വേണ്ടി ഇവരെ ഉപയോഗിക്കുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് കണ്ടുവരാറുള്ളത്. ഈ ഒരു വിഷയത്തിലും അങ്ങനെ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിവേ, ഇവിടെ എന്താണ് സംഭവിച്ചത്? പലരും ചോദിക്കുന്നൊരു ചോദ്യം, പ്രവാസിയായ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഈ പെണ്ണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പലരും ചോദിക്കുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പല പ്രവാസികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പുരുഷന്മാർ. അതായത് ഈ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്, ഷകല അതീവ സുന്ദരിയാണ് ഷകലയെ ഈ ജെയ്സൽ വിവാഹം കഴിക്കുന്നത് 2014 കാലഘട്ടത്തിലാണ്. 2014 കാലഘട്ടത്തിൽ കല്യാണം കഴിച്ചതിന് ശേഷം 4 വർഷത്തോളം ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ആറ്റുനോറ്റിരുന്നാണ് ഒരു മകൻ ഉണ്ടാകുന്നത്. 2019 ശേഷം ഒരു കുട്ടി ഉണ്ടാകുന്നു. ആ ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇവർ ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചു. സാമ്പത്തികമായിട്ട് കുടുംബം പിന്നിൽ പോകാനുള്ള പ്രധാന കാരണം ഇതാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇവരുടെ പാപ്പ മറ്റൊരു കല്യാണം കഴിച്ച് പോയെന്നാണ് അറിയുന്നത്. അതായത് ജെയ്സലിൻ്റെ പാപ്പ വേറൊരു കല്യാണം കഴിച്ച് പോയി. ജെയ്സലും ഉമ്മയും, ജെയ്സലിനൊരു ചേച്ചി ഉണ്ടെന്നാണ് പറയുന്നത്. ചേച്ചി തൊട്ടടുത്ത് 2 കിലോമീറ്റർ മാറി മറ്റൊരു വീട്ടിൽ ചേച്ചി കുടുംബമായി കഴിയുന്നു. ചേച്ചിക്ക് ഈ ഒരു വിഷയത്തിൽ വലിയ റോളുണ്ടെന്ന് ഇവരുടെ സമീപവാസികൾ പറയുന്നു. അതായത് ചേച്ചി ജെയ്സലിൻ്റെ ജീവിതത്തിൽ വലിയ രീതിയിൽ ഇടപെടുന്നു എന്നുള്ളത്. മിതമായി ജെയ്സലിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുക, ജെയ്സൽ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം, ജെയ്സൽ ആരെ സ്നേഹിക്കണമെന്നും ആരെ സഹായിക്കണമെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ജെയ്സൽ ചെയ്യാനുള്ളതെന്നും കൃത്യമായ നിർദ്ദേശം ജെയ്സലിൻ്റെ ചേച്ചിയുടെ കൺട്രോളിലായിരുന്നു ആ ഒരു കുടുംബം എന്നാണ് പറയുന്നത്. ജെയ്സൽ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ പറ്റി ഒരു മോശം അഭിപ്രായം ബാലശ്ശേരിയിൽ ഈ കിനലൂർ ഭാഗത്തുള്ള ഒരാൾക്കും പറയാനില്ല. ഏഴുകണ്ടി സ്വദേശിയായ ഇദ്ദേഹത്തെക്കുറിച്ച് 100% 99% നല്ല അഭിപ്രായമാണ്. ഒരു തരത്തിലും മോശം സ്വഭാവം ഇദ്ദേഹത്തിനില്ല. മദ്യപാനിയോ അത്തരത്തിലുള്ള ലഹരിക്കടിമയോ ഒരു കലാപരിപാടി ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. ഇദ്ദേഹം നാട്ടിൽ പല പണികളും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. സാമ്പത്തിക പ്രതിസന്ധി വന്നതിനെ തുടർന്നാണ് കഴിഞ്ഞ 2 വർഷമായിട്ട്, 4 വർഷമല്ല 2 വർഷമായിട്ട് സൗദി അറേബ്യയിൽ പോകുന്നു. പ്രവാസിയാണ്, നമുക്കറിയാം. അവിടെ സാധാരണ നിലയ്ക്കുള്ള പ്രവാസികളൊക്കെ കഷ്ടപ്പെടുന്ന പോലെ ജെയ്സലും കഷ്ടപ്പെട്ടുണ്ടാവാം. ജെയ്സൽ കഴിഞ്ഞ മാസം വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു, വീട്ടിൽ അറിയിക്കുന്നു. ആ ഒരു സമയം വരെയും ഇവർ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, സ്വാരസ്യങ്ങളുണ്ട് പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാലയളവിൽ ഈ പറഞ്ഞ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളുമായിട്ട് ഇവൾക്ക് അടുപ്പം ഉണ്ടാകുന്നു. ഇതൊറ്റ മനുഷ്യനും അറിയുന്നില്ലെന്നുള്ളതാണ്. അതായത് ഈ ഷകലയെ കാണാനായതിനു ശേഷവും ഇവർ പല സ്ഥലങ്ങളിൽ തിരയുന്നു, പോലീസിന് പരാതി കൊടുക്കുന്നു, പല സ്ഥലങ്ങളിൽ തിരയുന്നു. പോകാൻ സാധ്യതയുള്ള സകല സ്ഥലങ്ങളിലും തിരഞ്ഞിട്ട് പോലും ഈ നാട്ടിൽ ഈ ഒരു സംഭവം അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതീവ രഹസ്യമായി ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. മൊബൈൽ ഷോപ്പിൽ ഇവർ സന്ദർശിക്കുന്ന സമയത്ത് ഇവർ തങ്ങളിൽ അവിഹിത ബന്ധം നടന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇരുചെവി അറിയാതെ, ഒറ്റ മനുഷ്യൻ അറിയാതെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് ആരെയും അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ CCTV കാര്യങ്ങളും ഒക്കെ ഇത്രയും ഉള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ബന്ധം വളരെ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഈ ഒരു കാലയളവിലും സ്വന്തം ഭർത്താവായ ജെയ്സലിനെ വിളിക്കുകയും പോകുന്നതിന് തലേ ദിവസം വരെ ജെയ്സലിനെ വിളിച്ചു എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവരുടെ വീട്ടിലില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം, അതായത്
യാതൊരു തരത്തിലും കുടുംബത്തിൻ്റെ ഒരു കൺട്രോള് ഈ പറഞ്ഞ ഷഹാലയ്ക്ക് ഇല്ലെന്ന് മാത്രമല്ല, ഷഹല ഒരു തീരുമാനമെടുക്കാനോ ഒരു കാര്യങ്ങളോ ചെയ്യാനോ ഈ പറഞ്ഞ ജയ്സലിൻ്റെ ചേച്ചി അനുവദിച്ചിരുന്നില്ല എന്നൊക്കെയാണ് ഇവരുടെ കുടുംബം. അതായത് ഷഹലയുടെ കുടുംബത്തിലുള്ള പല ആളുകളും ഷഹല അവിടെ നിൽക്കരുത്, തിരിച്ചു വരണം, അവിടെ വലിയ ത്യാഗങ്ങൾ അനുഭവിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഈ ഒരു ബന്ധം വേർപെടുത്തി വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. അതായത് ഈ ഒരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞിട്ടും ഷഹല അവിടെ കടിച്ചു തൂങ്ങി എല്ലാ ത്യാഗങ്ങൾ അനുഭവിച്ചെന്നാണ് പറയുന്നത്. ത്യാഗങ്ങൾ അനുഭവിച്ചവിടെ നിൽക്കുകയാണെന്നാണ് ഇവരുടെ ഷഹലയുടെ കുടുംബക്കാരുടെ ഒരു വാദഗതി. അപ്പോൾ അത്തരത്തിൽ നിന്ന ഷഹല ഒരു പക്ഷേ ഈ പറഞ്ഞ കണക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംഭവം, അതായത് ഒരു കെയർ, ഈ പറഞ്ഞ മൊബൈൽ ഉടമ എന്ന് പറയുന്ന ആൾ വലിയ രീതിയിലുള്ള കെയർ കൊടുത്തിട്ടുണ്ടാകും. ആ കെയറിനിടയിൽ ഈ പറഞ്ഞ കണക്ക് അവിഹിതം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ, അത്തരത്തിൽ അവിഹിതം ഉണ്ടാകുന്നു. ചില ആളുകൾക്ക് ഈ പറഞ്ഞ കണക്ക് അവിഹിതം മാത്രം ആയിരിക്കത്തില്ല, അവർക്ക് എങ്ങു നിന്നും കിട്ടാതെ ഒരു കെയർ, അതിൽ ചിലപ്പോൾ ഈ പറഞ്ഞ രൂപമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷിയോ ഒന്നും നോക്കത്തില്ല, എങ്ങു നിന്നും കിട്ടാതിരുന്ന ഒരു കെയർ കിട്ടുമ്പോഴത്തേക്കും ഇയാളുടെ കൂടെ അങ്ങ് ജീവിച്ച് കളയാമെന്നൊക്കെ തോന്നും. ഏറ്റവും വലിയ മണ്ടത്തരമാണത്. കാരണം ഇവിടെ ഷഹല എന്ന് പറയുന്ന അപരാധീനെ മാത്രമേ ഞാനിപ്പോഴും വിളിക്കത്തുള്ളൂ. കാരണം ഈ ഒരു പെൺകുട്ടി എടുത്ത തീരുമാനം, ആ ഒരു പെൺകുട്ടി കാരണം മറ്റൊരു സ്ത്രീ ഇതുപോലെ അവരുടെ 3 മക്കളാണ് അനാഥമായിരിക്കുന്നത്. അവിടെ ഈ കുടുംബ പ്രശ്നം ഉണ്ടായിരിക്കാം. ഈ പറഞ്ഞ മൊബൈൽ ഷോപ്പ് ഉടമയെന്ന് പറയുന്ന ഈ ഒരു നാറി, ഇവന് കഞ്ചാവിൻ്റെ പരിപാടിയുണ്ട്, ലഹരിക്ക് അടിമയാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇവിടെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ഒരു ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു പക്ഷേ ഇവിടെ ഉടൻ തന്നെ നമുക്ക് രംഗത്ത് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരുവൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവനും ഇതുപോലെ ഫാമിലി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് 3 കുട്ടികളുടെ അച്ഛനാണെന്ന് പറയുമ്പോഴും അവിടെയും ഫാമിലി പ്രശ്നം ഉണ്ടാവുമല്ലോ. ആ ഒരു ഭാര്യയുമായി ഓനും വലിയ രീതിയിൽ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതീവ സുന്ദരിയായ, എന്നാലോചിച്ചൊക്കെ അതീവ സുന്ദരിയാണ് ഈ പെൺകുട്ടി. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു പെൺകുട്ടിയുടെ മൊഞ്ച് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പകയം വീണതീ തെറ്റില്ല. പക്ഷേ അവനവിടെ ആ ചെയ്തൊരു കാടത്തൊന്ന് ആലോചിച്ച് നോക്കുക. തൻ്റെ 3 മക്കളെ കളഞ്ഞിട്ട്, ഭാര്യ വേണമെങ്കിൽ ഉപേക്ഷിക്കാം, പക്ഷേ സ്വന്തം മക്കളെ 3 മക്കളെയും കളഞ്ഞിട്ട് ഇവളുടെ കൂടെ പോവുക, ഇവളുടെ കൊച്ചിൻ്റെ വാപ്പയാവുമെന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു കൊച്ചിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കണക്ക് അവൻ ഒട്ടും സേഫ് അല്ലാത്ത 3 മക്കളെ കളഞ്ഞിട്ട് പോയ, സ്വന്തം രക്തത്തിൽ പറഞ്ഞ 3 മക്കളെ കളഞ്ഞിട്ട് പോയ ഒരു അപരാധൻ്റെ കൂടാണ് അവൻ്റെ വാപ്പയായിട്ട് ഇനി കഴിയേണ്ടത്. അവൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജയ്സൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഈ ഒരു പയ്യൻ്റെ ചുമതലയെങ്കിലും നിയമപരമായി വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ നിയമപാലകർ തയ്യാറാവണം. കാരണം ഈ കൊച്ചൊട്ടും സേഫ് അല്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന്, ആദ്യത്തെ ഒരു ത്രില്ലൊക്കെ കഴിയുമ്പോഴത്തേന് ഈ കൊച്ച് ഉപദ്രവം നേരിടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ഒളിച്ചോട്ടങ്ങളിൽ എന്താ പറയുക, സക്സസ് ആവുന്ന സംഭവങ്ങൾ വളരെ കുറവാണ്. 99% ഇത്തരം ഒളിച്ചോട്ടം പരാജയമായിട്ടാണ് വരുന്നത്. ഒന്നീ സൂയിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കേസുകളിൽ കുടുങ്ങുക, ഒരു സമ്പൂർണ്ണ അപരാധിയായി വ്യഭിചാരിയായി മാറുക, ഇതൊക്കെയാണ് കണ്ടുവരാറുള്ളത്. പ്രത്യേകിച്ചും അതീവ സുന്ദരിയും കൂടെ ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വലിയ പ്രശ്നങ്ങൾ. അതായത് ഇവൻ്റെ കൂടെ കഴിയാൻ തുടങ്ങുമ്പോഴത്തേന് ഇവനിനി സംശയമാണ് ഇവളിനി മറ്റാരോടെങ്കിലും സംസാരിക്കുമ്പോഴത്തേന് അത് വലിയ വിഷയങ്ങളിലോട്ട് പോകും. ഒൺസ് വേലി ചാടി വന്നവളാണ്, സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വന്നവളാണ്. ഇനി ഈ പറയപ്പെടുന്ന 5-6 വയസ്സ് ഭർത്താവിനെക്കാട്ടിൽ മൂത്ത ഈ ഒരു പകയൻ്റെ കൂടെ കഴിയുമ്പോഴത്തേന് ഇതിലും വലിയ വിഷയങ്ങൾ, അതായത് ഇതുവരെ ഉണ്ടാവാത്ത വിഷയങ്ങളായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഏറ്റവും വലിയൊരു സംശയ രോഗിയായിട്ട് ഈ ഒരു പകയം മാറും ഇപ്പോഴത്തെ ഭർത്താവ്. അതിൻ്റെ പ്രധാന കാരണം ഇവളുടെ ഒരു സൗന്ദര്യം തന്നെയാണ്. നാളുകളിൽ ഇവള് ഏതൊരു വ്യക്തിയോട് മിണ്ടുന്ന പോലും, ഫോണിൽ സംസാരിക്കുന്ന പോലും ഒരു വിഷയമായി ഇവരുടെ കുടുംബത്തിൽ. ഈ ഒരു ലഹരിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇവനൊരു ക്രൂരനല്ലെങ്കിൽ പോലും സംശയരോഗം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി ഈ ഒരു ജീവിതം പൂർണ്ണമായി തകരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എനിവേ, ഇതാണ് ഈ ഒരു വിഷയത്തിലുണ്ടായത്. പ്രവാസികളായ പഹയന്മാരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പരിധി വരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നിലകൊള്ളുക, ഭാര്യയ്ക്ക് വേണ്ട കെയറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായാലും അത് ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കുടുംബജീവിതത്തിൽ വിജയത്തിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. കുട്ടികളുടെ അവസ്ഥയാണ് ഏറെ മോശം. ആ ഒരു 3 മക്കളുടെ അവസ്ഥ, ഈ ഒരു മകൻ്റെ അവസ്ഥ ഏറെ ദുഃഖകരമാണ്. എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നത്? ഈ ഒരു വിഷയത്തിൽ ഇതാണ് സംഭവിച്ചതെന്ന് 100% വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. എൻ്റെ പേര് ജയ്സൽ. ഞാൻ കിനാലൂർ ഏഴുകണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയെ കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര DYSPന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ളൊരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം.